Hi friends, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ ഡിസംബർ 29-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളെല്ലാം അവസാനിക്കാൻ വേണ്ടി പോകുന്നു. ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങൾ ശനിയാഴ്ച മുതൽ 1-ാം തീയതി മുതൽ തന്നെ ആരംഭിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഈ ഒരു മാസവും അത്ഭുതമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. എല്ലാ മാസത്തെയും റേഷൻ വിഹിതങ്ങളുടെ വിതരണം തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാറുണ്ട്. പല ആളുകളും ചോദിക്കാറുണ്ട്, എല്ലാ മാസവും ഒരേപോലെയല്ലേ, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു റേഷൻ വിഹിതങ്ങളുടെ വിതരണം തുടങ്ങുന്ന ദിവസത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പുതിയ വീഡിയോ ഓരോ മാസവും ചെയ്യുന്നത്. അത് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട് എങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മാസവും അധികമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം ലഭിച്ചിരുന്നില്ല. ഈ ഒരു 2022 ആദ്യ മാസവും സ്പെഷ്യൽ അരിയൊന്നും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കില്ല. അവർക്ക് ഈ മാസവും കഷ്ടത്തിൻ്റെ ഒരു മാസം തന്നെയാണ്. റേഷൻ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. മാർച്ച് വരെ അത് ലഭിക്കുകയും ചെയ്യും. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 4 കിലോ ഗോതമ്പും 1 കിലോ ആട്ടയും ലഭിക്കും. അതിന് ആട്ടയ്ക്ക് മാത്രം പണം നൽകിയാൽ മതി. അതിന് 6 രൂപയാണ് നൽകേണ്ടത്. പിന്നെ എക്സ്ട്രാ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിട്ട് ലഭിക്കുന്ന 1 കിലോ പഞ്ചസാരയുമുണ്ട്. അതിന് 21 രൂപയും നൽകണം. ഇത്രയും സാധനങ്ങളാണ് മഞ്ഞ റേഷൻ കാർഡിന് അവർക്ക് റേഷൻ കാർഡിൽ അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ ലഭിക്കുന്നത്. അതുകൂടാതെ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം ഓരോ വ്യക്തിക്കും കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ ആ ഓരോ വ്യക്തികൾക്കും 4 കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും. അതും സൗജന്യമാണ്. ഇത്രയും വിഹിതങ്ങളാണ് മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് ലഭിക്കുന്നത്. ഇനി പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും അത് കാർഡിലെ വിഹിതമായിട്ടും കേന്ദ്ര വിഹിതമായിട്ടും വലിയ അളവിൽ തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെ കാർഡിലെ ഓരോ വ്യക്തിക്കും 8 കിലോ അരിയും 2 കിലോ ഗോതമ്പും ലഭിക്കും. അങ്ങനെ 10 കിലോ ധാന്യം ലഭിക്കും. അതുകൊണ്ട് തന്നെ പിങ്ക് റേഷൻ കാർഡിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ട് എങ്കിൽ കൂടുതൽ ധാന്യം ലഭിക്കും. ഒരു 10 അംഗങ്ങൾ ഉണ്ട് എങ്കിൽ ഒരു റേഷൻ കാർഡിൽ ഒരു മാസം ലഭിക്കുന്നത് 100 കിലോ ധാന്യമാണ്. 80 കിലോ അരിയും 20 കിലോ ഗോതമ്പുമാണ് അവർക്ക് ലഭിക്കുന്നത്. മാത്രമല്ല മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്ന് 1 കിലോ ഗോതമ്പ് കുറച്ച് പകരം ആട്ട നൽകും. ആ ആട്ടയ്ക്ക് 8 രൂപ നൽകേണ്ടി വരും. ഇത്ര ധാന്യം സൗജന്യമാണെങ്കിലും റേഷൻ കാർഡിലെ വിഹിതത്തിന് ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും ലഭിക്കുന്നതിന് ഓരോ കിലോക്കും 2 രൂപ വീതം നൽകണം പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾ. ഇനി നീല റേഷൻ കാർഡിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരിയാണ് നൽകുന്നത്. അതിന് ഓരോ കിലോക്കും 4 രൂപ നൽകണം. പിന്നെ 1 മുതൽ 4 കിലോ വരെ ആട്ട ലഭിക്കും. അതിന് 17 രൂപയും നൽകണം. ഇത്രയും വിഹിതങ്ങൾ മാത്രമാണ് നീല റേഷൻ കാർഡിന് ഈ മാസം ഉള്ളത്. ഇനി വെള്ള റേഷൻ കാർഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 1 മുതൽ 4 വരെ കിലോ അരി ലഭിക്കാനാണ് സാധ്യത. ഈ ഡിസംബർ മാസത്തിൽ അത് 5 കിലോ ആയിരുന്നു. 10 രൂപ 90 പൈസയാണ് അതിന് നൽകേണ്ടത്. ആട്ട 1 മുതൽ 4 വരെ കിലോ ആട്ട ലഭിക്കും. അതിന് 17 രൂപയും നൽകണം. ബ്രൗൺ റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിൽ ഒരു അംഗമാണ് ഉണ്ടാവുക. അവർക്ക് 2 കിലോ അരിയാണ് ലഭിക്കുന്നത്. 2 കിലോ 10 രൂപ 90 പൈസ നിരക്കിൽ അരിയും ഒരു ആട്ട 17 രൂപക്കും ലഭിക്കും. അത് സ്ഥാപനം റേഷൻ കാർഡാണ്. ഇങ്ങനെയാണ് റേഷൻ കാർഡിലുള്ള ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന സാധനങ്ങൾ. ഇതുകൂടാതെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ മണ്ണെണ്ണയുടെ വിതരണവും ഈ മാസം തുടങ്ങും. അത് ഈ ഒരു മാസം ആരംഭത്തിൽ തന്നെ ലഭിക്കുകയില്ല. അതിന് പിന്നീട് പ്രഖ്യാപിക്കും എന്നാണ് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നാണ് വിതരണം ചെയ്തു തുടങ്ങുക എന്നുള്ളത് പിന്നീട് പ്രഖ്യാപിക്കും. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്ററും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1/2 ലിറ്ററുമാണ് ലഭിക്കുക. ലിറ്ററിന് 53 രൂപ നിരക്കിലായിരിക്കും മണ്ണെണ്ണ ലഭിക്കുക. അത് എന്നാണ് വിതരണം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കും. ശനിയാഴ്ച മുതലായിരിക്കും ഈ ഒരു ജനുവരി മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം തുടങ്ങുക. കഴിഞ്ഞ 4 മാസമായിട്ട് എല്ലാ 1-ാം തീയതിയിൽ തന്നെ ഓരോ മാസത്തെയും റേഷൻ വിഹിതങ്ങളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ജനുവരിയിലും അങ്ങനെയാണ് സാധ്യത. കാരണം സ്പെഷ്യലുകളൊന്നും കൊടുത്തു തീർക്കാൻ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്. സംസ്ഥാനത്ത് ഡിസംബർ 30 വ്യാഴാഴ്ച മുതൽ
ജനുവരി 2 വരെ രാത്രികാല നിയന്ത്രണം ഏർപ്പെടുത്തി. ഒമിക്രോൺ വ്യാപനം കണക്കിലെടുത്താണ് നിയന്ത്രണം. രാത്രി 10 മണി മുതൽ രാവിലെ 5 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കടകൾ രാത്രി 10 മണിക്ക് തന്നെ അടയ്ക്കണം. പുതുവത്സര ആഘോഷത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആൾക്കൂട്ടവും അനാവശ്യ യാത്രകളും അനുവദിക്കയില്ല. വാഹന പരിശോധന കർശനമാക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണത്താൽ നാളെ മുതൽ കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകും. പുതുവത്സര ഓഫറുമായി KSRTC രംഗത്ത് വന്നു. നിലവിലുള്ള റിസർവേഷൻ നിരക്ക് 30 രൂപയിൽ നിന്ന് 10 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് 72 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിന് ചാർജ് ഈടാക്കുകയില്ല. 4 പേരിൽ കൂടുതൽ യാത്രക്കാർ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റിൻ്റെ റിസർവേഷൻ നിരക്ക് മാത്രമേ ഈടാക്കൂ. അന്തർ സംസ്ഥാന സർവീസിൽ റിസർവ് ചെയ്യുന്ന യാത്രക്കാർക്ക് ബുക്ക് ചെയ്ത ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിച്ചേരുന്നതിന് KSRTCയിൽ സൗജന്യ യാത്രയായിരിക്കും. ഇത്രയും ഓഫറുകളാണ് പുതുവത്സരത്തോടനുബന്ധിച്ച് KSRTC ഇറക്കിയിട്ടുണ്ട്. 2-3 ദിവസമാണ് ഇനി റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളത്. ഡിസംബർ മാസത്തേത്. അത് വാങ്ങാത്ത ആളുകളൊന്നും നഷ്ടപ്പെടുത്തരുത് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.